ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺ ബിരിയാണി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ സൂപ്പർ ടേസ്റ്റി പ്രോൺ ബിരിയാണിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കും വേണം കേട്ടോ. അതിനുവേണ്ടി 1 കിലോ പ്രോണാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്രോണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പ്രോൺ വെച്ചിട്ടായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ തലോട് കൂടിയിട്ടുള്ള പ്രോണാണ് എടുത്തിരിക്കുന്നത്. തല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ ജ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർ തല മാറ്റിയിട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു ലെമൺ മൊത്തത്തിൽ ഈ ബിരിയാണിക്ക് എടുക്കുന്നുണ്ട്. ലെമൺ ഇപ്പോൾ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ പ്രോൺ ഒന്നൊരു 10-15 മിനിറ്റ് ആ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഞാൻ പ്രോൺ വറക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണേ. എന്നിട്ട് റൈസ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഓയിലും, നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിലും, പിന്നെ ഉപയോഗിക്കുന്നത് നെയ്യ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 5-8 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കട മസാലകളുണ്ടല്ലോ, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതെല്ലാം കൂടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിപത്രി, തേജ്പത്ത, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും 1 ടീസ്പൂൺ ചതച്ചത് ഇട്ടു. ഒരു 1/2 സവോള ഇട്ടു. ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 4 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് കഴുകി തോർത്തി വെച്ചത് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം 8-8.5 കപ്പോളം ഞാൻ വെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചു ഞാൻ കേട്ടോ. വറ്റിച്ചെടുത്തപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ബിരിയാണി റൈസ് റെഡിയാണ് കേട്ടോ. പിന്നെ പ്രോൺ മസാല ഉണ്ടാക്കാനായിട്ട് ആ മസാല പുരട്ടി വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് പ്രോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുത്ത്, ഇപ്പോൾ കണ്ടില്ലേ, അതേമാതിരി ഒന്ന് ആക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് എത്ര എരിവ് വേണം അത്ര പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. അത് സവോളയും കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. അത് കഴിഞ്ഞൊരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. 2 വലിയ തക്കാളി, ഇങ്ങനെ 2 തക്കാളി അരിഞ്ഞിട്ട് മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി വേവണ വരെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഈ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് പ്രോൺ മസാല ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു 1/2 ലെമൺ ബാക്കി ഉണ്ടായിരുന്നില്ല, അതും ഇപ്പോൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കണു. പ്രോൺ മസാല റെഡി. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവാണേ. ദം ചെയ്യാൻ പോകുമ്പോൾ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കുക്കറിൽ ദം ചെയ്തെടുക്കുന്നത്. ദം ചെയ്തെടുത്തിട്ട് അരി നന്നായി പാകത്തിന് വെന്ത് വന്നിട്ടായിരിക്കണത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദം ചെയ്യാൻ റെഡിയാവാം. അടിയിലേക്ക് പകുതി വേവിച്ച് വെച്ച ചോറിൻ്റെ പകുതി ഞാൻ അതിലേക്ക് ഇടുന്നു. ഞാൻ ഒറ്റ ലെയർ ഇടണുള്ളൂ, അതുകൊണ്ടാണ് പകുതി ഇടുന്നത്. അതിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിലേക്ക് കുറച്ച് 2-3 പിഞ്ച് നമ്മുടെ ഗരം മസാല വിതറി കൊടുക്കുന്നു. പിന്നെ കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, അതും അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പ്രോൺ മസാല ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അതിൻ്റെ മുകളിലിട്ട് തട്ടി കൊടുക്കുക കേട്ടോ. 2 ലെയർ ഇടാത്ത കാരണം കൊണ്ട് ഞാൻ മൊത്തത്തിൽ തട്ടി കൊടുക്കുകയാണ്. അത് തട്ടി എല്ലായിടത്തേക്കും ഒപ്പത്തിന് അതിൻ്റെ പാകത്തിനാക്കിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പകുതി റൈസ് ഇരിക്കുന്നുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് കൊടുക്കണു. എന്നിട്ട് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഗരം മസാല, ഒനിയൻ ഫ്രൈ ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ഗീ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തവി ഉണ്ടല്ലോ, വലിയ തവി എടുത്തിട്ട് ആ നീളമുള്ള തവിയുടെ വാൽഭാഗം ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ആവി വരും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ. അങ്ങനെ ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഞാൻ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കും കുക്കർ. അതിനുശേഷം തീ അടച്ചതിന് ശേഷം ദോശത്തവ വേറൊരടുപ്പത്ത് ചൂടാക്കിയിട്ട് നന്നായി ദോശത്തവ ചൂടായതിനു ശേഷം അത് സിമ്മിൽ വെച്ചതിന് ശേഷം ഈ കുക്കർ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് ഒരു 30-35 മിനിറ്റ്സ് അത് അങ്ങനെ ഇരുന്നിട്ട് ദമ്മാവും. ദമ്മായി കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ബിരിയാണി റെഡിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ബിരിയാണിക്ക്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കഴിച്ചവരെല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ
എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യണേ. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യും വേണം. വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് ബാക്കി എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് എല്ലാവരും കേട്ടോ. എല്ലാവർക്കും എൻ്റെ വലിയ നന്ദിയുണ്ട്. ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും ചെയ്യാണ് ഞാൻ കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്തെടുക്കാവുന്ന ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. കുറേ അധികം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്രോൺ വേവിക്കേണ്ട നേരം അധികം കുറേ നേരമൊന്നും എടുക്കൂല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പ്രോൺ ബിരിയാണി ട്രൈ ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. നിങ്ങൾ കണ്ട അഭിപ്രായം പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ഷെയർ മൈ വീഡിയോസ്. Please like my videos. Thank you so much.